ഓരോ സീസണിലും എൻ്റെ ഗാർഡൻ ഓരോ സ്റ്റൈലിലാണ് ഉണ്ടാവാറുള്ളത്. അപ്പം നമ്മൾ നല്ല പച്ചപ്പൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു ഗാർഡൻ ടൂർ ഇടണമെന്നൊക്കെ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല വെയിലൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഇനി അധികം വെയിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ഓടി പിടിച്ചൊരു ഗാർഡൻ ടൂർ എടുത്തിട്ടുണ്ട്. 10-18 വർഷമായിട്ട് നമ്മൾ ഗൾഫിൽ ജീവിക്കുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതൽ സമയം നമ്മൾ അപ്പാർട്ട്മെൻറ്റിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. അവിടെയൊക്കെയാണെങ്കിൽ നമ്മൾ ബാൽക്കണിയിൽ പറ്റാവുന്ന കുറച്ച് കുഞ്ഞു ചെടികൾ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇടയ്ക്ക് കുറച്ച് വില്ലകളിലൊക്കെ താമസിക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷം അത്യാവശ്യം നല്ല പരീക്ഷണങ്ങളൊക്കെ നടത്തി തല്ലിക്കൊന്നാലും ഞങ്ങൾ പോകത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് കാട്ടുചെടികളാണ് ഞാനിപ്പോൾ മെയിനായിട്ട് കൂട്ടുപിടിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു കോർണറിൽ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും ഈ ഒരു വേലിപ്പടക്കം എന്ന് പറയുന്നത് നാട്ടിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിന് പേര് തന്നെ വിളിക്കാറില്ല, വെറുതെ കാട്ടുചെടി എന്ന് തന്നെ പറയാറുള്ളൂ. ഇപ്പോൾ അദ്ദേഹമാണ് എൻ്റെ VIP ചെടി. ഇവിടെ എല്ലായിടത്തും ഞാൻ നിരത്തി നട്ടിട്ടുണ്ട്. പിന്നെ ഇത് പനിക്കൂർക്കയാണ്. പനിക്കൂർക്കയും കറ്റാർവാഴയും പിന്നെ ഒരുപാടുണ്ട്. അത് പല പല ചെടിച്ചട്ടികളിലായിട്ട് ഞാൻ അവിടെ ഇവിടെ ഒക്കെ കുത്തി നിറച്ച് നട്ടിട്ടുണ്ട്. പിന്നെ ഇത് മോർണിംഗ് ഗ്ലോറിയാണ്. മോർണിംഗ് ഗ്ലോറിയുടെ വലിയ പന്തൽ ഞാൻ ലാസ്റ്റ് ഇയർ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. അതിൻ്റെ വേര് ഇച്ചിരി ഡേഞ്ചർ ആണെന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പടിയിലൊക്കെ CC പ്ലാന്റും മണി പ്ലാന്റും സ്നേക്ക് പ്ലാന്റും ഒക്കെ തന്നെയാണ്. ഇതിൽ മണി പ്ലാന്റൊക്കെ ഞാൻ വെയിൽ കൂടുന്നതനുസരിച്ച് മാക്സിമം ഷെയ്ഡുള്ള എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെക്കലാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു കളർഫുൾ ഇത് സീത തുപ്പിന്നും ചിലർ തിരുഹൃദയം എന്നൊക്കെ പറയാറുണ്ട്. ഈ ചെടിയൊക്കെ ഈ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സമ്മറിന് ഞാൻ കുറച്ച് പേരൊക്കെ ഇൻഡോർ ആയിട്ട് വെച്ച് നോക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ പരീക്ഷണം കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വെയിൽ തുടങ്ങുമ്പോൾ തന്നെ ഇദ്ദേഹമൊക്കെ അത്യാവശ്യം തളർന്നു വീഴുന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബാക്കി ഫുള്ള് ഇവിടെ മുഴുവനും ഈ സ്നേക്ക് പ്ലാന്റും നമ്മുടെ മറ്റേ ആ ഒരു വേലിപ്പടക്കമൊക്കെ തന്നെയാണ്. പിന്നെ മെക്സിക്കൻ പെറ്റൂണിയയും ഈ പറഞ്ഞ പോലെ സമ്മറിൽ പോകാത്തതാണ്, അതുകൊണ്ട് അതും ഒക്കെ അങ്ങോട്ട് നിരത്തിയിട്ടുണ്ട്. പിന്നെ അമ്പൽക്കുളത്തിലിട്ടിട്ടുണ്ടായിരുന്ന വാട്ടർ ലെറ്റേഴ്സ് സമ്മർ വരുമ്പോഴാണ് നന്നായിട്ട് ഇങ്ങനെ വിടർന്ന് വരാറുള്ളത്. അപ്പോൾ അതിങ്ങനെ അളവ് കൂടുന്നതനുസരിച്ച് ഞാനിങ്ങനെ പാത്രങ്ങളിലാക്കി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഈ ഒരു ടവർ പ്ലാന്ററിൽ ഞാൻ മൊത്തം നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു കോർണർ നന്നായിട്ട് തണലടിക്കുന്ന ഏരിയയാണ്. അപ്പോൾ ഞാൻ പുതുതായിട്ട് നടുന്ന ചെടികളെയൊക്കെ ഒരാഴ്ച ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് വെക്കാറുള്ളത്. അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് മെയിനായിട്ട് നമ്മൾ ഈ ചീരയൊക്കെ തന്നെയാണ്. ബസള ചീര അതൊക്കെ ഞാൻ കുറേശ്ശെ ഇങ്ങനെ നട്ടിട്ട് ഇപ്പം ഇങ്ങനെ വളർത്തി ഇതിനിടയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വരി ഫുള്ളായിട്ട് നമ്മുടെ ഈ മെക്സിക്കൻ പെറ്റൂണി തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പിന്നിലായിട്ട് 10 മണി, പനിക്കൂർക്ക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെറുതെ കുത്തി നട്ടാലുണ്ടാവുന്നവരെയൊക്കെ നിരത്തിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കിളിക്കൂടായിരുന്നു. ഇപ്പോൾ കോഴിക്കൂടാണോ മുയൽക്കൂടാണോ ആമക്കൂടാണോ എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. ഇടയ്ക്കൊരു ദിവസം നമ്മുടെ ഈ കൂടൊന്ന് തുറന്നു കിടപ്പുണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ 3-4 ബേർഡ്സൊക്കെ പറന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കുറച്ച് ബജ്ജീസ് ഉണ്ട്. പിന്നെ ഈ ഒരു കാല് വയ്യാത്ത കോഴിക്കുഞ്ഞിനാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് കമ്പനിക്ക് ഒരു 2 പേരെ കൂടെ ആഡ് ആക്കിയിട്ടുണ്ട്. അവർ പിന്നെ ഇദ്ദേഹത്തെ ഒന്നും ഉപദ്രവിക്കാറൊന്നുമില്ല. പിന്നെ നമ്മുടെ ചിക്കുമുയലുണ്ട്, പിന്നെ ഒരു 2 ആമയും ഉണ്ട്. പിന്നെ ഉള്ളത് ബജ്ജീസാണ്. ബജ്ജീസ് ബാക്കി വലുതൊക്കെ നമുക്ക് ഈ ഫ്രീ ആയിട്ടാണ് വിട്ടിരിക്കുന്നത്. പിന്നെ ഒരു 4 കുട്ടികളുണ്ട്. ആ കുട്ടികളും അതിൻ്റെ അമ്മയും ഒപ്പനുമാണ് ഈ ഒരു കുഞ്ഞുകൂട്ടിനകത്തുള്ളത്. പിന്നെ ഒരു ഗ്രീൻ ചീക്ക് സുന്ദരിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ പുറത്തോട്ട് ചെടികളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു വലിയ ചട്ടിയിൽ ഞാൻ നിത്യവഴുതനയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം പോയിട്ട് ആ മഴ സമയത്ത് അതിൻ്റെ വിത്തൊക്കെ വീണിട്ട് തനിയെ തന്നെ പിന്നെ പുതിയ ആൾക്ക് ഇപ്പോൾ കിളുത്ത് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ബോഗൺവില്ലയൊക്കെയാണ് ഇതിനകത്ത് നട്ടിട്ടുള്ളത്. ഇപ്പുറത്തോട്ടൊക്കെ 2-3 യൂക്കാ പ്ലാന്റ് അങ്ങനെയൊക്കെയാണ് ഈ ഒരു സെക്ഷൻ വരുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പന്തൽ പോലെ നമ്മൾ ഇടുമ്പോഴത്തേക്കാണ് സമ്മർ സമയത്ത് കുറച്ചെങ്കിലുമൊക്കെ ഒരു തണുപ്പ് ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ മോർണിംഗ് ഗ്ലോറിക്ക് പകരം ഇപ്രാവശ്യം ഞാൻ ഈ ഒരു റെയിൽവേ ക്രീപ്പറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എങ്ങനെ തോന്നിയ പോലൊക്കെ വളരുന്നുണ്ട്. ഇപ്പോൾ ഏത് ഭാഗത്തേക്ക് പന്തലിടണം എന്നൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു 2 വാഴക്കുട്ടികളും പിന്നെ ഒരു ക്രിസ്മസ് ട്രീയും ഒക്കെ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സേഫായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ ബോർഡറായിട്ട് നമ്മുടെ ഓർക്കാഡോഗ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണ്ണ് മാന്താൻ ഇറങ്ങും. അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷനായിട്ടാണ് ഞാൻ ഈ ഒരു ബോർഡർ ഇങ്ങനെ സെറ്റാക്കിയിട്ടുള്ളത്. അവിടെ നമ്മുടെ മെക്സിക്കൻ പെറ്റൂണിയും പിന്നെ 1-2 ചെമ്പരത്തി ടീക്കോം അതുപോലെ ഈ പാൻഡനസിൻ്റെ 1-2 വെറൈറ്റീസ് അങ്ങനെയൊക്കെയാണ് നിരത്തിയിരിക്കുന്നത്. ഇത് ആരോ റൂട്ടാണ്. ഇതിൽ ഞാൻ കുറച്ച് വിളവെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറുതായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ചട്ടിക്കകത്തുള്ളതല്ല, അല്ലാണ്ട് തറയിലുണ്ടായിരുന്നത് കരിഞ്ഞു തുടങ്ങിയപ്പോൾ വിളവെടുത്തു. പക്ഷേ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുഴുങ്ങി കഴിച്ചായിരുന്നു. അപ്പോൾ ചട്ടിയിലുള്ളത് ഉണങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു പെന്നി വേർട്ടിൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകളിലിരിക്കുന്നതൊക്കെ കണ്ടോ അത്യാവശ്യം ഇങ്ങനെ അത് ഡ്രൈ ആയി തുടങ്ങി ഇങ്ങനെ വെയിലടിക്കുന്നത് കാരണം അങ്ങനെ ഞാൻ കുറച്ച് പേര് അടിയിലോട്ട് ഇങ്ങനെ ഒളിപ്പിച്ചൊക്കെ നിർത്തിയിട്ടുണ്ട്. മാക്സിമം ഇതുമൊക്കെ ഷെയ്ഡിലോട്ട് വെക്കേണ്ടി വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കോർണറിൽ ഈ ഇടയ്ക്ക് നമ്മൾ മദ്യയിൽ പോയപ്പോൾ ഒരു വേര് കിട്ടിയതാണ്. അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് ചെടികളൊക്കെ ആഡ് ചെയ്ത് ഇവിടെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും നമ്മുടെ പനിക്കൂർക്ക, മെക്സിക്കൻ പെറ്റൂണിയ ഇങ്ങനെ സ്ഥിരമായിട്ട് കാണാറുള്ള ആൾക്കാർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പിന്നിലായിട്ട് കുറച്ച് മോർണിംഗ് ഗ്ലോറി ഞാനിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നട്ടിട്ടുണ്ടായിരുന്നതാണ്. അത് പക്ഷേ ഡയറക്റ്റായിട്ട് നമ്മുടെ മണ്ണിലേക്കല്ല, ഇത് ഞാൻ വെറുതെ കട്ടയടിക്ക് അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ചിരിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് വേര് ആക്രമിക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അതൊരു നല്ല പച്ചപ്പുള്ളത് കാരണം ആ ഒരു ബാക്ക് ഭാഗത്ത് ഞാൻ കുറച്ച് ഇങ്ങനെ ഒരു മോർണിംഗ് ഗ്ലോറി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഇപ്പുറത്തോട്ടുമൊക്കെ പടർന്ന് കയറിയിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്കൊക്കെ ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ 1 by 1 ഡീറ്റെയിൽ ആയിട്ട്
കാണിക്കുന്നില്ല. മെയിനായിട്ട് നമ്മുടെ ബ്രഹ്മി, അതുപോലെ കുറച്ച് കുഞ്ഞു കുഞ്ഞി ഇലച്ചെടികളൊക്കെ ഉണ്ട് വേഗത്തിൽ വാടി പോകുന്നത്. അവരെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ ചെടികളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഒളിപ്പിച്ച് നിർത്തുമ്പോൾ വെയിലടിക്കുമ്പോഴത്തേക്ക് മേളിലുള്ളവർ വാടിയാലും അടിഭാഗത്തുള്ളവർ കുറച്ചുകൂടി കുറച്ച് നേരം ഒന്ന് സർവൈവ് ചെയ്ത് നിൽക്കാറുണ്ട്. അങ്ങനെ നിർത്തിയിട്ടുണ്ട്. കാണാൻ ഇച്ചിരി ഭംഗിക്കുറവൊക്കെ ഉണ്ടാവും ആകെ ഇങ്ങനെ ഒരു അറേഞ്ച് ചെയ്യാണ്ട് വെക്കുമ്പം. എന്നാലും തൽക്കാലത്തേക്ക് നമ്മളതൊന്നും നോക്കുന്നില്ല. പിന്നെ ടാങ്കിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഭാഗത്ത് കുറച്ച് ഷെയ്ഡുള്ള ഭാഗമാണ്. അവിടെ അധികം അങ്ങനെ വെയിൽ വരത്തില്ല. അപ്പോൾ എന്തായാലും കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ ഈ ഇടയ്ക്ക് അവിടെ ഒന്ന് കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ 2 സൈഡിലായിട്ട് ഈ റെയിൽവേ ക്രീപ്പർ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ഫ്രെയിമൊക്കെ ഇവിടെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സൈഡിൽ ഓൾറെഡി തന്നെ ഇങ്ങനെ പടർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പുറ സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ പടർന്ന് തുടങ്ങാനുള്ള സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ കുറച്ചധികം ചെടികൾ, വാഴച്ചെടികളൊക്കെ നന്നായിട്ട് പോകും സമ്മർ ആകുമ്പം. അവരെയൊക്കെ ഞാൻ ഒളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. പിന്നെ ടാങ്കിൻ്റെ ഉള്ളിൽ അമ്പലും പിന്നെ കുറച്ച് ഈ വാട്ടർ ലെറ്റസ്, പിന്നെ ഈ ഇടയ്ക്ക് ഞാനൊരു വാട്ടർ പ്ലാന്റ് കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെയാണ് ഉള്ളത്. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ഞാൻ ബോഗൺവില്ലയുടെ തണ്ട് കുത്തി കുത്തി ഇങ്ങനെ കുറച്ച് പേരെയൊക്കെ വളർത്തി നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ബസളച്ചീരയുടെ വെള്ളയല്ല പച്ചത്തണ്ടുള്ള ആ ഒരു ചെടി ഉണ്ടല്ലോ, അതുമൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ മുകളിലോട്ട് ഒരു കോവൽ നട്ടിട്ടുണ്ടായിരുന്നു. അത് പടർന്നിട്ട് ഇപ്പം പൂവും കായും ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു പീച്ചിങ്, അത് ഏതാണ്ട് ഇലയൊക്കെ നന്നായിട്ട് പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഉടനെ പൂവും തോന്നുന്നുണ്ട്. അതിൽ കായൊന്നുമില്ല, ജസ്റ്റ് വളർന്നത് കാരണം ഞാൻ അങ്ങനെ അങ്ങോട്ട് പടർത്തി വിട്ടേക്കുവാണ്. പിന്നെ 1-2 ചേമ്പുകൾ കുറച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതും ഒക്കെ നട്ടു വെക്കാറുണ്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മുരിങ്ങ മരം നമ്മുടേതല്ല, ഇത് അടുത്ത വീട്ടിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പടർന്ന് നിൽക്കുവാണ്. അതുപോലെ നമ്മുടെ കുറേ ചെടികൾ അങ്ങോട്ട് നിൽക്കുന്നുണ്ട്. 2 വീട്ടുകാരും ചെടികൾ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് 2 പേർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ രക്ഷപ്പെട്ട് കിട്ടുമോ ഇല്ലെന്ന് വലിയ ഡൗട്ട് അടിച്ച് നട്ടതായിരുന്നു ഈ ഒരു അരിനെല്ലി. ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ദുബായിലൊരു വില്ലയിൽ ഈ സംഭവം കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയായി. ഭയങ്കര കുഞ്ഞായിട്ട് ക്ഷീണിച്ച് നിന്നതായിരുന്നു, പക്ഷേ ആൾ നല്ല ഉഷാറായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് മൾബറിയാണ്. മൾബറി ഞങ്ങൾ വന്ന സമയത്ത് വെച്ചതാണ്. എല്ലാ സീസൺ ആകുമ്പോഴത്തേക്കും ആശാൻ കായ്ക്കലൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെയും കുറേ കൊമ്പുകൾ വെട്ടിയിട്ട് ഞാൻ കുറേ കുട്ടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ കുറേ കുട്ടി കുട്ടി ചെടികളൊക്കെ, അത് ഞാൻ എന്ത് ചെടി നട്ടാലും അതിൻ്റെ ഒരു കുറച്ച് തണ്ടുകൾ വെട്ടി വെട്ടി മുറിച്ച് പല പല ചട്ടികളിലായിട്ട് ഇങ്ങനെ കുട്ടികളാക്കിയിട്ട് നിർത്താറുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരെ നട്ടിട്ട് ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ സ്നേക്ക് പ്ലാന്റ്, പിന്നെ ഇതുമൊക്കെ അതുപോലെ ഇങ്ങനെ പുതുതായിട്ട് കുട്ടികളാവാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്ന കുറച്ച് ആൾക്കാർ തന്നെയാണ്. ഇങ്ങോട്ട് ഞാൻ കുറച്ച് മണി പ്ലാന്റൊക്കെ ഇങ്ങനെ വെട്ടിമുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ് ഒളിപ്പിച്ച് താമസിപ്പിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കുട്ടിച്ചെടികൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വലിയ ബോഗൺവില്ല ഉണ്ട്. അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് ഈ ബോഗൺവില്ലയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആൾ 2-3 ബോഗൺവില്ലയൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നോട് കംപ്ലയിൻറ്റ് പറയാൻ വരാറുണ്ട്, അത് പൊങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ബോഗൺവില്ലയുടെ പകുതി ഭാഗം അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ അവർ ഹാപ്പി, നമ്മൾ ഹാപ്പി, അങ്ങനെ പോവുകയാണ്. ഇതൊരു ടൈപ്പ് ചീരയാണെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് തന്നാണ്. ഇതിൻ്റെ പേരെന്നാളൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മളിപ്പം ഈ ഇടയ്ക്ക് നട്ടിട്ട് തന്നെ ഉള്ളൂ. അതുപോലെ എനിക്ക് പേരറിഞ്ഞുകൂടാത്ത വേറൊരു ചെടിയാണ്. ഈ ചട്ടിക്കകത്ത് ഒരെണ്ണം നിൽക്കുന്നുണ്ട്. അതുപോലെ ഇത് ഇവിടെ ഇങ്ങനെ തറയിൽ നിൽക്കുന്നുണ്ട്. ഗൂഗിൾ ചെയ്യുമ്പോൾ പാഷൻ ഫ്രൂട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ അടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളർന്നിട്ട് അറിയാമെന്നൊക്കെ വിചാരിച്ച് ഞാനും അങ്ങനെ നിർത്തിയേക്കുവാണ്. പിന്നെ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് പുതിയ തണ്ടുകളൊക്കെ ഇങ്ങനെ നട്ട് നിർത്തിയിരിക്കുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാനൊരു മണിമുല്ല നട്ടിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് ഒന്ന് മുള പൊട്ടിയൊക്കെ വന്നു. പിന്നെ പെട്ടെന്ന് എന്തോ അത് കരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇത് കോറൽ വൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വള്ളിച്ചെടിയാണ്. നമ്മുടെ ഇവിടുത്തെ റോഡിലൊക്കെ നിൽക്കുന്ന കാണാറുണ്ട്. സംഭവം 3-4 മാസം മുന്നേ വിത്തിട്ടതാണ്. ഇപ്പം മഴ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതൊന്ന് പൊങ്ങി വന്നിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്ത് 1-2 പാവൽ വള്ളികളൊക്കെ, എല്ലാവരും ഒക്കെ പാവലൊക്കെ കരിഞ്ഞു തുടങ്ങിയപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചാടിക്കയറി വളർന്ന് പോകുന്നുണ്ട്. പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു മുന്തിരി ഉണ്ട്. ഇത് ഞങ്ങൾ കൊണ്ടുവച്ച ആ ഒരു വർഷം ഞങ്ങൾക്ക് ഒരു കൊല മുന്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞു കൊല വന്നു, പിന്നെ അതോടുകൂടി പോയി. ഇതുവരെ പിന്നെ കായൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഈ കാഴ്ച നിൽക്കുന്ന ഈ മൽബറി നമ്മളെ വലിയ മൽബറിയിൽ നിന്ന് തണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായതാണ്. ഒരു വർഷം കൊണ്ട് തന്നെ കായൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കറിവേപ്പുണ്ട്. പിന്നെ കുറച്ച് ആരോ റൂട്ട്, കുറച്ച് നാരങ്ങയുടെ, ഈ നാരങ്ങയുടെയൊക്കെ കുരു തനിയെ വീണിട്ട് കിളിർക്കുന്നതാണ്. നാരങ്ങയും ഓറഞ്ചും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാ കുരുകളും നമ്മളിങ്ങനെ പറമ്പിലോട്ട് ഇടുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് കുറേയധികം കുട്ടികളൊക്കെ കിളിർത്ത് വരും. ആര് വന്നാലും നമ്മൾ പറിച്ച് കളയത്തില്ല, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിൽക്കും. പുല്ല് വന്നാലും നമ്മൾ ഇടയ്ക്ക് നിർത്താറുണ്ട്. പിന്നെ തീരെ ഗതികിടങ്ങണമെങ്കിൽ മാത്രമേ നമ്മൾ പുല്ല് പറിച്ച് കളയാറുള്ളൂ. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ട് മുള പൊട്ടി എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെ നട്ട് വെക്കും. അങ്ങനെ നട്ട് വെച്ചിട്ടുള്ള ചേമ്പൊക്കെയാണ് ഈ നിൽക്കുന്നത്. പിന്നെ ഇവിടെ ചട്ടികളുടെ അഴക്കത്തും അതുപോലെ തന്നെ നമ്മൾ ചെറിയ തണ്ടുകൾ മുറിച്ച് വെക്കുന്നതും, പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിത്ത് വീണിട്ട് തനിയെ കുറേയൊക്കെ കിളിർത്ത് വരാറുണ്ട്. അപ്പം പപ്പായയുടെ വിത്തൊക്കെ നമ്മൾ ഒരുപാട് എല്ലായിടത്തും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ അധികം തന്നെ നമുക്ക് പപ്പായയുടെ കുട്ടികളുണ്ട്. അപ്പോൾ ഓരോന്ന് കുറച്ചധികം ഞാൻ ചട്ടിയിൽ തന്നെ നിർത്തിയേക്കുവാണ്. കഴിഞ്ഞ സമ്മറിൽ നമുക്ക് തറയിലുണ്ടായിരുന്ന നല്ല വലിയ മരമൊക്കെ ആയതായിരുന്നു. അതൊക്കെ പോയിട്ടുള്ളത് കാരണം കുറച്ച് പേരെ ഞാൻ ഈ സമ്മർ കഴിഞ്ഞിട്ട് താഴെ ഇറക്കാമെന്ന് വിചാരിച്ച് നിർത്തിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരു 7 എണ്ണം എല്ലായിടത്തും ഒക്കെ ആയിട്ട് നട്ടിട്ടുണ്ട്.
2 ബിൽഡിങ്ങിന് ഇടയ്ക്ക് വരുന്നതുകൊണ്ട് ഈ ഭാഗത്ത് കുറച്ച് വെയിൽ കുറവാണ്. അപ്പോൾ ഞാൻ ഈ വശം ഒഴികെ ബാക്കി 3 വശത്തും കഴിഞ്ഞ വർഷം വാഴ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പരീക്ഷണമായിട്ട് ഈ വർഷം ഇവിടെയും ഞാൻ വാഴ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എലന്തമരമാണ്. ഇത് നന്നായിട്ട് മുള്ളുള്ളതാണ്. ഇങ്ങനെ പുറത്തേക്ക് ചാഞ്ഞൊക്കെ കിടക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ പിടിച്ച് കെട്ടി നിർത്തിയേക്കുവാണ്. ഇതിൽ നന്നായിട്ട് കായൊക്കെ ഉണ്ടാകുന്ന മരമാണ്. അപ്പം ഇവിടെ തന്നെ മുളച്ച് വന്നതാണ്. അപ്പോൾ അതിനെ നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ആര്യവേപ്പിൻ്റെ ഒരു മരമുണ്ട്. അതും നമ്മൾ വന്നപ്പോൾ വെച്ചതാണ്. ഇപ്പോൾ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഈ കോർണറിലായിട്ട് എനിക്ക് അത്യാവശ്യം നല്ല വലിപ്പത്തിലൊരു ചെമ്പരത്തി ഉണ്ട്. ഇത് ഞങ്ങളൊരു അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നതാണ്, ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. സംഭവം എന്തായാലും ഇപ്പോൾ അവിടെ സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ കുറേ അധികം തണ്ടൊക്കെ മുറിച്ച് ഞാനിങ്ങനെ നട്ടുവെച്ചിട്ടുണ്ട്. പിന്നെ കോർണറിലായിട്ട് 2 പപ്പായ മരമുണ്ട്. അതുപോലെ നമ്മൾ ഒരു മുരിങ്ങ മരമൊക്കെ, ഇത് മുരിങ്ങയുടെ കുരു വെച്ച് കൊടുത്തതാണ്. ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. ഈ വർഷത്തെ സീസൺ തുടങ്ങുന്ന സമയത്ത് വെച്ചതാണ്. പക്ഷേ അത്യാവശ്യം വലുതായിട്ടുണ്ട് അതും. പിന്നെ കുറച്ച് ഇഞ്ചി, മഞ്ഞൾ, മത്തൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിൽപ്പുണ്ട്. മത്തനൊക്കെ എന്തായാലും ഓൾമോസ്റ്റ് പോവാറായിട്ടുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് കപ്പ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ 2 തണ്ട് ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ പാവലാണ് നമ്മൾ പടർത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ പപ്പായ ഉണ്ട്. ഇനിയിപ്പോൾ പാവലിൻ്റെ വള്ളിയൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറിച്ച് കളയുമ്പം അവരൊക്കെ പിന്നെ കുറച്ചൊന്ന് പൊങ്ങി വന്നോളും. പിന്നെ ഇവിടെ 2-3 വാഴത്തൈകളുണ്ട്. ഇത് പിന്നെ ലാസ്റ്റ് ഇയർ പോയിട്ട് അതിൻ്റെ കടക്കിൽ നിന്ന് തന്നെ കിളിർത്ത് വന്നതാണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ തന്നെ പാവൽ വള്ളിയാണ്. ഇടയ്ക്കൊന്ന് കരിഞ്ഞ പോലെ പോയതാണ്. അത് കഴിഞ്ഞ് പിന്നെ നല്ല ഉഷാറായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് ഇപ്പോൾ അധികം അങ്ങോട്ട് വെയിൽ എത്തി തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് 1-2 മുരിങ്ങയുടെ തൈയൊക്കെ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിനിടയ്ക്കൂടെ ഇങ്ങനെ ചുറ്റി നിൽക്കുകയാണ്. അതൊക്കെ ഇനിയിപ്പം ഇത് ഉണങ്ങുമ്പോഴത്തേക്ക് റെഡിയായി വന്നോളും. പിന്നെ ഇത് അവക്കാഡോയാണ്. അവക്കാഡോ ഞാനൊരു 4-5 വർഷമായിട്ട് എല്ലാ വർഷവും എനിക്ക് കിളിർത്ത് വരാറുണ്ട്. അത് എല്ലാ സമ്മറിലും പോവാറുമുണ്ട്. പിന്നെ ഇതും മുന്തിരിയാണ്. ഇത് നമ്മൾ തണ്ട് മുറിച്ച് വെച്ചിട്ട് വന്ന മുന്തിരിയാണ്. പക്ഷേ നമ്മൾ വാങ്ങി വെച്ചതിനേക്കാളും കുറച്ചുകൂടി ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇതുവരെ കായൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ കുറച്ച് ടൊമാറ്റോ കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കുട്ടി കുട്ടി സംഭവങ്ങൾ എന്തൊക്കെയോ അവിടെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തിൻ്റെ വാഷിംഗ് മെഷീനും പിന്നെ ഒരു സ്റ്റോർ റൂം എന്ന് വേണമെങ്കിൽ പറയാം. കിളിയുടെ തീറ്റയും ഡോഗിൻ്റെ തീറ്റയും കോഴിത്തീറ്റ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ നിങ്ങടേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ പിന്നെ ഒരു ചെറിയ ഏരിയ തന്നെ ചെടിക്കായിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഞാൻ ചേമ്പ് നട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ബസളച്ചീരയൊക്കെ നമ്മളിങ്ങനെ ഇപ്പം ഈ ഇടയ്ക്ക് നട്ടു കൊടുത്തതാണ്. പിന്നെ പഴയത് നീണ്ടു പോയിട്ടുണ്ടായിരുന്നൊക്കെ ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മണി പ്ലാന്റ്, ഇവരെയൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ചേമ്പ് നല്ല വലിപ്പത്തിൽ നിൽക്കുന്ന കാരണം അതിൻ്റെ അടിയിൽ നന്നായിട്ട് തണൽ കിട്ടുന്നുണ്ട്. അപ്പോൾ തണൽ കിട്ടുന്നുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ മണി പ്ലാന്റുകളെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒതുക്കി വരുന്നുണ്ട്. ഈ ഭാഗത്ത് പിന്നെ കോഴിക്കൂടിൻ്റെയൊക്കെ സെക്ഷനാണ്. ഇവിടാണ് നമ്മൾ വലിയ കോഴികളെയൊക്കെ ഇട്ടിട്ടുള്ളത്. പെട്ടെന്ന് ക്യാമറയൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് അവർ പേടിച്ച് നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് ഇയർ ഈ ഒരു സൈഡിൽ ഞാൻ കുറേ അധികം വാഴകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സമ്മർ തുടങ്ങാറാകുമ്പോൾ തന്നെ ഈ സൈഡ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പിന്നെ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇനി ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുവാണ്. പിന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇപ്രാവശ്യം ഇങ്ങനെ ഇവിടെ ഒരു ഗേറ്റും ഒക്കെ പണിതിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2 സൈഡിലായിട്ട് ഞാനിങ്ങനെ കുറച്ച് ചെടികൾ നിർത്തിയിട്ടുണ്ട്. മാക്സിമം ചെടികൾ ഇപ്രാവശ്യം ഞാനിങ്ങനെ കൂട്ടമായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. പിന്നെ വലുതായിട്ട് അങ്ങനെ കരിഞ്ഞു പോകുന്ന ആൾക്കാർ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ ഈ മൂലയ്ക്ക് നമ്മൾ പാകിസ്ഥാൻ മുല്ല നട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഭാഗത്തുമൊക്കെ നമ്മുടെ ആ ഒരു വേലിപ്പടക്കം തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് 1-2 ബോഗൺവില്ലയുടെ തണ്ടൊക്കെ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ കിളിർത്ത് നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സമ്മറിന് മുന്നേ ഇവിടെ ഇങ്ങനെ ആ ഒരു മേൽക്കൂരയിൽ ഒരു പന്തൽ പോലെ വരുത്തണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ അത് നടന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ ഞാൻ ചിറ്റമൃത് വെച്ചിട്ടുണ്ട്. അതിപ്പം നന്നായിട്ടൊന്ന് ആ ഒരു ഇലയൊക്കെ ഇട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ അത് കുറച്ച് ദിവസം കൊണ്ട് അതൊന്ന് പന്തലിച്ച് വരുമായിരിക്കും. ഈ കൂട്ടിന് മുകളിൽ നമ്മളിപ്പോൾ ഒരു തൊപ്പിക്കോഴിയും പിന്നെ വേറൊരു കോഴിയാണ് ഇട്ടിരിക്കുന്നത്. മറ്റേ തൊപ്പിക്കോഴികളുമായിട്ട് ഭയങ്കര തല്ലായപ്പോഴാണ് നമ്മൾ അവരെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ കൂട്ടിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഈ ഇടയ്ക്ക് വിരിയിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. പക്ഷേ ചൂട് തുടങ്ങിയ ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇതിന്ന് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകുന്നുണ്ട്. ആദ്യം ഈ കോഴി കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഈ കൂടിന് മുകളിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂട് കൂടിയപ്പോഴാണ് അവരെ നമ്മൾ താഴോട്ടാക്കിയിട്ട് ആ തൊപ്പികളെ തന്നെ പിന്നെ അതിലോട്ടാക്കിയത്. പിന്നെ ഈ ഭാഗത്തും ഒരു ബോഗൺവില്ല ഉണ്ട്. പിന്നെ കുറച്ച് അലുക്കുലുത്ത് ചെടികൾ എല്ലാം കൂടിയൊക്കെ കുത്തി നിറച്ചൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഓൾറെഡി കണ്ടത് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ മുറ്റത്തുള്ള ഗാർഡൻ. ഇനിയും അതിന് പുറത്തായിട്ട് ഒരു കുഞ്ഞു ഗാർഡൻ വേറെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഉദ്ദേശിച്ചത്. ഇപ്പം ഓൾറെഡി 10-14 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മതിലിന് പുറത്തുള്ള ഗാർഡൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.